രാവിലെ എണിച്ചൊന്ന് നടക്കിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ്, എനിക്ക് ഇറാനി ചായ വാങ്ങിച്ചു തരുമോന്ന്. എനിക്ക് കാരപ്പൊരി സാപ്പിടുന്ന പോലെ പിന്നെ കൊച്ചിങ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു 2 പഴവും കുത്തി കയറ്റി എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡിൽ നിന്നൊരു കോഫിയും കുടിച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടി ബ്രെഡ് ഓംലെറ്റും കുത്തി കയറ്റി നേരെ പുറത്ത് വിട്ടു. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് 1/2 മണിക്കൂറിൽ മഴ വന്നു. പെട്ടെന്ന് മനോജിൻ്റെ ഒരു കോള്, മോഞ്ഞെ പുതിയൊരു ഷൂ കട കണ്ടുപിടിച്ചിട്ടുണ്ട്, വേഗം വന്നായി. ഓക്കെ, നാളെ എന്തായാലും ഒരു ട്രിപ്പ് പോകാനിരിക്കണം, ഒരു ഷൂ വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് വിട്ടു. അവിടെ പോയി നോക്കുമ്പോൾ ഒരു ലോഡ് ഷൂ 100 രൂപ മുതൽ 600 രൂപയ്ക്കും. ഫോർമൽ ഷൂ ഉണ്ട്, കാഷ്വൽ ഷൂ ഉണ്ട്, റണ്ണിങ് ഷൂസ് ഉണ്ട്, ഒരു ലോഡ് ക്രോക്സ് ഉണ്ട്. അങ്ങനെ ഒരു ഷൂ വാങ്ങിക്കാൻ പോയ ഞാൻ എല്ലാവരും കൂടി 6-7 ഷൂ വാങ്ങിച്ചിട്ടാണ് പോയത്. അതിനിടയ്ക്ക് ഇവിടെ മുത്തും വന്നു. ശരി, അങ്ങനെ അടുത്തൊരു പ്രോട്ടീൻ പർച്ചേസിനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് മുട്ടയും വാങ്ങിച്ച് നേരെ നമ്മുടെ കടയിലേക്ക് വിട്ടു. മുമ്പ് സൈൽ ഡബ്ബയിൽ കയറി, പക്ഷേ അവിടെ ചൂടുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇറാനി ചായ കടയിൽ കയറി. ആദ്യം ഞങ്ങളൊരു മോമോസ് ട്രൈ ചെയ്തു, പക്ഷെ അത് വലിയൊരു രസമില്ല. അപ്പോഴേക്കും നമ്മളുടെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാരി എത്തി. എല്ലാവരും കൂടി ഒരു ഇറാനി ചായ പറഞ്ഞു. ചായ നല്ല രസമൊക്കെ ഉണ്ട്, ഒരു മധുരം കൂട്ടി പാല് കൂട്ടി കുറേ നേരം തിളപ്പിച്ച് എങ്ങനെ ഉണ്ടാവും, 1-2 പ്രാവശ്യം കുടിക്കാം. പക്ഷെ നമ്മൾ പഞ്ചാര വീട്ടിലായതുകൊണ്ട് ഒരു സിപ്പെടുത്ത് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മനോജ് ഒരു പാനിപ്പൂരി വാങ്ങിച്ചു, അത് തരക്കേടില്ലായിരുന്നു. അങ്ങനെ അതും കഴിച്ചു തന്ന് കുറച്ചും കൂടെ അവിടെ നിന്നാണെങ്കിൽ ആ ഗ്ലാസ് അവൻ തൂക്കിയിട്ടുണ്ടാവും. മൂന്നുപേരും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പിരിഞ്ഞു. പിന്നെ പേര് പറയാൻ ആഗ്രഹമില്ലാത്ത ആ കൊച്ചിനെയും വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോയി. ഒരു ഷോൾഡർ ഡേ ആയിരുന്നു. അപ്പോൾ സ്മിത്ത് മെഷീനിൽ കുറച്ച് സെറ്റ് പ്രസ്, പിന്നെ മെഷീനിൽ ഒരു 2 സെറ്റ് പ്രസ്, പിന്നെ ലാറ്റർ റേസും റിയർ ഡെഡ് ഫ്ലൈയും ചെയ്തു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി കുറച്ച് ഫുഡും ഉണ്ടാക്കിയിട്ട് നേരെ ഉറങ്ങാൻ കിടന്നു. കാരണം നാളെ ഒരു വലിയൊരു ട്രിപ്പ് ഉണ്ട്.